ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ ഉള്ളിലെ ഓരോ ചിന്തകളും വികാരങ്ങളും സൂക്ഷ്മ തരംഗങ്ങളായി പ്രപഞ്ചത്തിലേക്ക് സഞ്ചരിക്കുന്നുണ്ട്. ഈ പ്രപഞ്ചം നിശബ്ദമല്ല, മറിച്ച് അത് നമ്മളിൽ നിന്നും പുറപ്പെടുന്ന ഓരോ തരംഗത്തെയും ശ്രദ്ധിക്കുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ പലപ്പോഴും അത് അറിയാതെ പോകുന്നതാണ്. ഈ മഹാശക്തിയുമായി നിരന്തരമായ ഒരു സംഭാഷണത്തിലാണ് നാം ഓരോരുത്തരും. നിങ്ങളുടെ ആന്തരിക ലോകം, അതായത് നിങ്ങളുടെ വിശ്വാസങ്ങൾ, പ്രതീക്ഷകൾ, ഭയങ്ങൾ, ദിവാസ്വപ്നങ്ങൾ എന്നിവയാണ് ഈ സംഭാഷണത്തിലെ യഥാർത്ഥ ഭാഷ. നമ്മുടെ ഈ ലോകം മുഴുവൻ ഊർജത്താൽ നിർമ്മിതമാണ്. നമുക്ക് ഓരോരുത്തർക്കും അറിയുന്ന കാര്യം തന്നെയാണത്. ഓരോ കണികയ്ക്കും അതിൻ്റേതായ ഒരു സ്പന്ദനമുണ്ട്. നമ്മുടെ ഓരോ ചിന്തകൾക്കും വികാരങ്ങൾക്കും ഈ സ്പന്ദനമുണ്ട്. നമ്മളിൽ നിന്ന് പ്രസരിക്കുന്ന ഈ ഊർജത്തിന് സമാനമായ അനുഭവങ്ങളെയാണ് പ്രപഞ്ചം നമ്മുടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് നമ്മുടെ പുറം ലോകവും ഭൗതിക അനുഭവങ്ങളും നമ്മുടെ ഉള്ളിൻ്റെ പ്രതിഫലനം തന്നെയാണ്. ആഗ്രഹിക്കുന്നത് നേടുക എന്നത് കേവലം എന്തെങ്കിലും സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നതല്ല. അത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് അനുയോജ്യമായ ഒരു മാനസികാവസ്ഥയിലേക്ക് ബോധപൂർവം മാറുന്നതാണ്. പ്രപഞ്ചം നമ്മൾക്ക് എന്താണ് വേണ്ടത് എന്ന് നോക്കിയല്ല പ്രതികരിക്കുക, മറിച്ച് നമ്മൾ എന്തിനാണോ അർഹമായിരിക്കുന്നത് അതിനെയാണ് നമ്മളിലേക്ക് എത്തിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കണമെങ്കിൽ ആ സ്വപ്നങ്ങൾ ഇതിനകം തന്നെ യാഥാർത്ഥ്യമായ ഒരു വ്യക്തിയെ പോലെ ചിന്തിക്കുക, പ്രവർത്തിക്കുക, അനുഭവിക്കുക. അത് സ്വീകരിക്കാനുള്ള അർഹത സ്വയം ആർജിക്കുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ ബോധാവസ്ഥയെ ആ ലക്ഷ്യവുമായി യോജിപ്പിക്കുമ്പോൾ ഭൗതികമായ യാഥാർത്ഥ്യങ്ങൾ ആ ഉയർന്ന സ്പന്ദനത്തിനനുസരിച്ച് മാറാൻ തുടങ്ങും. പലപ്പോഴും കാര്യങ്ങൾ വിചാരിച്ച പോലെ നടക്കാതെ വരുമ്പോൾ നമുക്കൊക്കെ നിരാശ തോന്നും, അല്ലേ? അത് സ്വാഭാവികമാണ്. എല്ലാം ശരിയായി ചെയ്തിട്ടും ഒരു മാറ്റവും കാണുന്നില്ലെങ്കിൽ അതാണ് ഒരു വലിയ മുന്നേറ്റത്തിന് ഏറ്റവും അടുത്ത നിമിഷം. ഏറ്റവും കാഠിന്യമേറിയ ഇരുട്ട് വെളിച്ചത്തിന് തൊട്ട് മുമ്പാണ് ഉണ്ടാകുന്നത്, അല്ലേ? ഈ അവസ്ഥയിലും നിങ്ങളുടെ ആന്തരിക ശക്തിയിലും ലക്ഷ്യത്തിലും വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിയുക എന്നത് ഈ യാത്രയിലെ ഏറ്റവും വലിയ കഴിവാണ്. നിങ്ങളുടെ വിശ്വാസം അദൃശ്യമായ ഘട്ടങ്ങളിൽ പോലും ശക്തമായി നിലനിർത്താൻ കഴിഞ്ഞാൽ നിങ്ങൾ പ്രപഞ്ചവുമായി ശരിയായ താളത്തിൽ എത്തിച്ചേർന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ യാഥാർത്ഥ്യം രൂപപ്പെടുത്താനുള്ള ശക്തി നമ്മുടെ ഉള്ളിൽ തന്നെയാണുള്ളത്. അത് തിരിച്ചറിയുമ്പോൾ ഓരോ നിമിഷവും ഓരോ ചിന്തയും ഓരോ പ്രവൃത്തിയും കൂടുതൽ ശ്രദ്ധയോടെ ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ടാകുന്നുണ്ട്. ഈ തിരിച്ചറിവ് കൂടുതൽ ബോധപൂർവമായ ഒരു ജീവിതത്തിലേക്ക് നമ്മളെ നയിക്കും. എല്ലാ ഭൗതിക അനുഭവങ്ങൾക്കും ആധാരം ബോധപൂർവമോ അല്ലാത്തതോ ആയ ചിന്തകൾ തന്നെയാണ്. അതിലൊരു സംശയവുമില്ല. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം, നിങ്ങൾ എന്താണോ നിങ്ങൾ ചിന്തിക്കുന്നതാണ് നിങ്ങൾ.